നമസ്കാരം. എസ് ജെ പോഡ്കാസ്റ്റിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഷാജി ജോൺ പോഡ്കാസ്റ്റിംഗ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മെ തന്നെ സെൽഫ് ഡിസ്കവറി പ്രോഗ്രാമിലൂടെ പീനൽ ഗ്ലാൻഡിനെ ധ്യാനിക്കണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതിനാദ്യമായി നമ്മളുടെ ആജ്ഞാചക്ര ബിറ്റ്വീൻ ഐബ്രോസ്, എൻഡ് ഓഫ് ദ നോസ്, ഈ പോയിന്റിൽ ധ്യാനിക്കണമെന്ന് പറയുകയുണ്ടായി. നാം ഇന്ന് മനുഷ്യ ജ്ഞാനത്തിൻ്റെ യാത്ര പുരാതന സിവിലൈസേഷനുകളിൽ നിന്ന് ആധുനിക ശാസ്ത്രത്തിലേക്ക് എത്തി നിൽക്കുന്ന സന്ദർഭങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ യാത്രയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പായി ഹൂ ആം ഐ, ഞാൻ ആരാണ് എന്ന ചോദ്യം തുടരുകയാണ്. നാമും പ്രപഞ്ചവുമായുള്ള ബന്ധം എന്താണ്? നമ്മുടെ ചുറ്റിലും ഒരു ഊർജ പ്രകാശ വലയം ഉണ്ടെന്നും അത് ഓറ, ബയോപ്ലാസ്മിക് ബോഡി ആണെന്നും നാം മനസ്സിലാക്കി. ആ ഓറയിൽ ഊർജ കേന്ദ്രങ്ങൾ, ചക്രങ്ങൾ എന്നറിയപ്പെടുന്ന ഊർജ കേന്ദ്രത്തിലൂടെ എനർജി പാസ് ചെയ്യുന്നുണ്ടെന്നും നാം മനസ്സിലാക്കി. പ്രധാനമായും ഭാരതീയ ഋഷീശ്വരന്മാർ 7 മേജർ ചക്രാസിനെ കുറിച്ച് പഠിപ്പിക്കുകയുണ്ടായി. ഈ 7 മേജർ ചക്രാസും നമ്മുടെ ശരീരത്തിലെ നാളീരഹിത ഗ്രന്ഥികളുടെ വിറ്റൽ പോയിന്റ്സ് ആണെന്നും നാം കണ്ടെത്തി. ഈ എനർജി സെൻറ്റേഴ്സിൽ നമ്മളുടെ 5 എലമെൻറ്റ്സ്, പഞ്ചഭൂതങ്ങൾ ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബേസിക് ചക്രയിൽ ഭൂമി തത്വം, സെക്സ് ചക്രയിൽ ജലതത്വം, നേവൽ ചക്രയിൽ അഗ്നിതത്വം, സോളാർ പ്ലെക്സിസ് ചക്രയിൽ എയർ തത്വം, ത്രോട്ട് ചക്രയിൽ ആകാശതത്വം. ഇങ്ങനെ 5 എലമെൻറ്റ്സ് നമ്മളുടെ എനർജി സെൻറ്റേഴ്സുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നും മുനീശ്വരന്മാർ കണ്ടുപിടിച്ചു. ഈ 5 ലോകങ്ങളിലേക്കും നമ്മുടെ ശരീരത്തിലെ ഓറയിൽ കറങ്ങുന്ന ചക്രങ്ങൾ ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ശിരസിൻ്റെ മുകളിലുള്ള ശിരോമകുട ചക്ര, ക്രൗൺ ചക്ര, ഇസ് എ പോയിന്റ് ഓഫ് നിർവാണ, ലിബറേഷൻ പോയിന്റ് ആണ്.
ഇതിലൂടെയാണ് ആത്മാവിൻ്റെ എൻട്രി എന്നും മുനിമാർ കണ്ടെത്തി. അപ്പോൾ നാം ഇപ്പോൾ മനസ്സിലാക്കിയത് നമ്മുടെ ശരീരത്തിൽ ഊർജപ്രകാശ വലയം ബയോപ്ലാസ്മിക് ബോഡി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കി. അതിൽ 7 ചക്രാസ് വേളിംഗ് മോഷനിൽ കറങ്ങുന്നുണ്ട്. ആ ചക്രങ്ങളെ ഓരോന്നായി സമയബന്ധിതമായി 5 മിനിറ്റ് വീതം നാം ധ്യാനിക്കുകയാണെങ്കിൽ ഓരോ സിദ്ധികൾ ലഭിക്കുമെന്നും മുനീശ്വരന്മാർ കണ്ടെത്തി. ഇത് ഞാനിവിടെ സൂചിപ്പിച്ചത് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മുടെ മെമ്മറി പവർ മാത്രമേ പരിശോധിക്കുന്നുള്ളൂ. യഥാർത്ഥ വിദ്യാഭ്യാസം എന്നത് പ്രപഞ്ചമാകുന്ന സർവകലാശാലയിൽ നിന്ന് നാം പഠിക്കണം. അത് സ്വയപഠനമാണ്. 10-20 വർഷം ഒരു വിദ്യാർത്ഥി സ്കൂളിലും യൂണിവേഴ്സിറ്റി തലത്തിലും പഠിക്കുമ്പോൾ അവൻ്റെ ഓർമ്മശക്തി മാത്രമേ പരീക്ഷിക്കപ്പെടുന്നുള്ളൂ. ഓർമ്മശക്തി കൂടുതലുള്ള ആളുകൾ കൂടുതൽ മാർക്കും ഗ്രേഡുകളും സ്വന്തമാക്കുന്നു. ഓർമ്മശക്തി കുറഞ്ഞ ആളുകൾ പരാജയപ്പെടുന്നു. അവർ പരാജയപ്പെട്ടത് കൊണ്ട് അവർ മോശക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവരുടെ ഉള്ളിൽ അന്തർലീനമായ, പ്ലേറ്റോ പറഞ്ഞതുപോലെ, അവരുടെ ഉള്ളിലെ അന്തർലീനമായ കഴിവുകൾ, ആത്മാവിൽ ലയിച്ചിരിക്കുന്ന ആ കഴിവുകൾ കണ്ടെത്തുന്നതായിരിക്കണം യഥാർത്ഥ വിദ്യാഭ്യാസം. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു വിദ്യാർത്ഥിയെ വളർത്തുകയാണോ തളർത്തുകയാണോ ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇനി നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. മനുഷ്യൻ എങ്ങനെ അറിവ് സമ്പാദിച്ചു? പുരാതന സിവിലൈസേഷനുകൾ എന്താണ് നമ്മെ പഠിപ്പിച്ചത്? ഇന്നത്തെ സയൻസ് ആ അറിവ് എങ്ങനെ വികസിപ്പിച്ചു? 1000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ആകാശം നോക്കി നക്ഷത്രങ്ങൾ രേഖപ്പെടുത്തി, ഭൂമി പഠിച്ചു, ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ അന്വേഷിച്ചു. അവരുടെ രേഖകൾ ടാബ്ലറ്റ്സ്, മാനുസ്ക്രിപ്റ്റ്സ്, ബുക്സ് മുതലായവയായിരുന്നു. ഏൻഷ്യൻ്റ് നോളജും മോഡേൺ സയൻസും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒന്ന് അന്വേഷിച്ചാൽ കൊള്ളാം. ഏൻഷ്യൻ്റ് നോളജും മോഡേൺ സയൻസും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇപ്പോൾ ലോകം, വേൾഡ് നൗ, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പുതിയ ആർക്കിയോളജിക്കൽ ഡിസ്കവറീസ് പുരാതന നഗരങ്ങളെ കണ്ടെത്തുന്നു. സ്പേസ് ടെലസ്കോപ്പ് പുതിയ ഗാലക്സീസ് കണ്ടെത്തുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യൻ്റെ അറിവ് അനലൈസ് ചെയ്യുന്നു. ഡിജിറ്റൽ ആർക്കൈവ്സ് ഏൻഷ്യൻ മാനുസ്ക്രിപ്റ്റ് ഡിജിറ്റലൈസ് ചെയ്യുന്നു. ഈ ഡിസ്കവറീസ് മനുഷ്യൻ്റെ ചരിത്രവും അറിവും വീണ്ടും എഴുതുകയാണ്.
പുരാതനമായ സിവിലൈസേഷനുകൾ ഉണ്ട് എന്ന് നാം കേട്ടിട്ടുണ്ട്. അറിയപ്പെടുന്ന പുരാതന സിവിലൈസേഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. 1. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. 2. ഏൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. 3. ഇൻഡസ് വാലി സിവിലൈസേഷൻ. 4. ഏൻഷ്യൻ്റ് ഗ്രീക്ക് സിവിലൈസേഷൻ. 5. മായൻ സിവിലൈസേഷൻ. ഈ സിവിലൈസേഷനുകൾ നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കൂ. അറിവിൻ്റെ അപൂർവമായ അനുഭവമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ സിവിലൈസേഷനുകളുടെ ടാബ്ലറ്റ്സ്, സ്ക്രിപ്റ്റ്സ്, മാനുസ്ക്രിപ്റ്റ്സ്, മോണുമെൻറ്റ്സ് ഇവ മനുഷ്യൻ്റെ അറിവിൻ്റെ ആദ്യ രേഖകളാണ്. പുരാതന മനുഷ്യൻ അവരുടെ അറിവ് ഏൻഷ്യൻ്റ് ടാബ്ലറ്റ്സ്, സ്ക്രിപ്റ്റ്സ് എന്നിവയിൽ രേഖപ്പെടുത്തി. ക്ലേ ടാബ്ലറ്റ്സ്, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ്, പാപ്പിറസ് മാനുസ്ക്രിപ്റ്റ്സ്, ഉദാഹരണം എപ്പിക് ഓഫ് ഗിൽഗമേഷ് ടാബ്ലറ്റ്സ്, റൊസേറ്റ സ്റ്റോൺ, ഡെഡ് സീ സ്ക്രോൾസ്. ഇവ ഹിസ്റ്ററി, റിലീജിയൻ, ആസ്ട്രോണമി, ലോസ് എന്നിവ രേഖപ്പെടുത്തി. ഇന്ന് നോളജ് വളരുന്നത് സയൻസ് വഴിയാണ്. പ്രധാനപ്പെട്ട സയൻറ്റിഫിക് ഫീൽഡുകൾ ഫിസിക്സ്, ആസ്ട്രോണമി, ന്യൂറോ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവയാണ്. സ്പേസ് എക്സ്പ്ലോറേഷൻ വഴി ഗാലക്സീസ് പഠിക്കുന്നു. ബ്രെയിൻ സയൻസ് വഴി കോൺഷ്യസ്നെസ് പഠിക്കുന്നു. മനുഷ്യൻ്റെ അറിവിൻ്റെ യാത്ര അത്ഭുതകരമാണ്. സ്റ്റോൺ ടാബ്ലറ്റ്സ് തുടങ്ങിയ അറിവ് ഇന്ന് ഡിജിറ്റൽ ക്ലൗഡിലേക്ക് എത്തി നിൽക്കുന്നു. ഏൻഷ്യൻ്റ് സിവിലൈസേഷൻ നമ്മെ ആസ്ട്രോണമി, മാത്തമാറ്റിക്സ്, ഫിലോസഫി മുതലായവ പഠിപ്പിച്ചു. മോഡേൺ സയൻസ് ആ അറിവിനെ ഇന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. അറിവ് ഒരു അവസാന ഡെസ്റ്റിനേഷൻ അല്ല, അത് ഒരു യാത്രയാണ്. ഓരോ തലമുറയും പുതിയ പുതിയ ചോദ്യങ്ങൾ ചോദിക്കുന്നു, പുതിയ പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തുന്നു. ഇന്ന് നോളജ് ആക്സസ് ചെയ്യുവാൻ വളരെ ഈസിയാണ്. അതിന് ഏറ്റവും നൂതനമായ വെബ്സൈറ്റുകൾ നാസ, നാഷണൽ ജിയോഗ്രാഫിക് ചാനൽസ്, നാഷണൽ ജിയോഗ്രാഫിക് സൊസൈറ്റി, MIT, വിക്കിപീഡിയ, കോഴ്സെറ, ഖാൻ അക്കാഡമി തുടങ്ങിയ ആപ്പുകളും ഇന്ന് ലോകത്തിൽ അറിവിൻ്റെ ജാലകങ്ങൾ തുറന്നിടുന്നു. മനുഷ്യൻ്റെ അറിവിനെ സ്വാധീനിച്ച ചില പുസ്തകങ്ങൾ സൂചിപ്പിക്കാം. ദ റിപ്പബ്ലിക് ഫിലോസഫിക്കലായിട്ടുള്ള ഒരു പുസ്തകമാണ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം യൂണിവേഴ്സ് സയൻസിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. ഇന്ന് നാം സംസാരിച്ചത് അറിവിൻ്റെ യാത്രയെക്കുറിച്ചാണ്. നിങ്ങളുടെ വിലയേറിയ സമയവും ഊർജവും അറിവ് അന്വേഷിക്കുന്നതിനും കണ്ടെത്തുന്നതിനും പഠിക്കുന്നതിനും പകർന്നു കൊടുക്കുന്നതിനും ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു.
നന്ദി, നമസ്കാരം.